റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇറക്കുമതി തീരുവ കുത്തനെ കൂട്ടുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. പ്രധാനമന്ത്രി മോദിയുമായുള്ള വ്യക്തിപരമായ സൗഹൃദം നിലനിൽക്കുമ്പോഴും അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ മേൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുമെന്ന കർശന നിലപാടിലാണ് ട്രംപ്. ലോകം ഉറ്റുനോക്കുന്ന ഇന്ത്യ US വ്യാപാര ബന്ധം ഇനി ഏത് ദിശയിലേക്ക് നീങ്ങും? വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാൻ ന്യൂഡൽഹി തയ്യാറായില്ലെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ വലിയ തോതിൽ താരിഫ് അഥവാ തീരുവ ചുമത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ വർഷം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ട്രംപ് ഭരണകൂടം വർദ്ധിപ്പിച്ചിരുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ ഗണ്യമായി കുറച്ചുവെന്ന് പറയുമ്പോഴും ട്രംപ് പൂർണ്ണമായി തൃപ്തനല്ല എന്നാണ് പുതിയ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി മോദി വളരെ നല്ല മനുഷ്യനാണ്, എന്നെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയാം എന്ന് ട്രംപ് പറയുമ്പോഴും വ്യാപാര കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഇന്ത്യ പൂർണ്ണമായും നിർത്തുമെന്ന് മോദി ഉറപ്പ് നൽകിയതായും ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു. ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളൊക്കെ ഉണ്ട് ട്രംപിന്റെ. നിലവിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $191 ബില്യൺ ആണ്. ഇത് 2030 $500 ബില്യൺ ഉയർത്താനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ഇതിനായി വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാളിന്റെ നേതൃത്വത്തിൽ 6ഓളം വട്ടം ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് അമേരിക്കൻ വിപണിയിൽ കൂടുതൽ പ്രവേശനം ലഭിക്കുന്ന രീതിയിലുള്ള വ്യാപാര കരാറുകൾ അന്തിമഘട്ടത്തിലുമാണ്. എന്നാൽ ട്രംപിന്റെ പുതിയ താരിഫ് ഭീഷണി ഈ ചർച്ചകൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇതിന് പിന്നിൽ. റഷ്യൻ പ്രസിഡന്റ് പുതിനെതിരെ ഉക്രൈൻ വധശ്രമം നടത്തിയെന്ന ക്രെംലിന്റെ റഷ്യയുടെ തലസ്ഥാനമായ റഷ്യയുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ക്രെംലിന്റെ ആരോപണങ്ങളെ ട്രംപ് തള്ളിക്കളയുന്നതും ശ്രദ്ധേയമാണ്. ഉക്രൈൻ ഇത്തരമൊരു ആക്രമണം നടത്തിയിട്ടില്ലെന്ന് US രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയതായും ട്രംപ് ചൂണ്ടിക്കാട്ടുന്നു. പുതിനുമായിട്ടുള്ള ബന്ധത്തിൽ യുക്രൈൻ വിഷയത്തിലും ട്രംപ് സ്വീകരിക്കുന്ന വ്യത്യസ്തമായ നിലപാടുകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്രപരമായ വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. ചുരുക്കത്തിൽ സൗഹൃദത്തിനപ്പുറം അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കാണ് ട്രംപ് മുൻഗണന നൽകുന്നത്. റഷ്യയുമായിട്ടുള്ള എണ്ണ വ്യാപാരത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് വരും ദിവസങ്ങളിൽ ഈ ഒരു അമേരിക്ക ഇന്ത്യ ബന്ധത്തിൽ നിർണായകമായി മാറും. താരിഫ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അത് ഇന്ത്യൻ വിപണിയെയും കയറ്റുമതിയെയും ബാധിച്ചേക്കാം. വാഷിംഗ്ടണിൽ നിന്ന് ഉയരുന്ന ഈ ഒരു മുന്നറിയിപ്പുകളെ ഇന്ത്യ എങ്ങനെ നേരിടുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.